ഒരു കാലത്ത് മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകനായിരുന്നു ബാലചന്ദ്രൻ മേനോൻ. 80കളിൽ ഒരു വർഷം മിനിമം 3 സിനിമ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് കുടുംബ ചിത്രങ്ങളുടെ ഒരു സംവിധായകൻ എന്ന രീതിയിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. മിക്ക സിനിമകളിലും അദ്ദേഹം തന്നെ അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയൊക്കെ തുടക്കകാലത്ത് കുറച്ച് സിനിമകൾ, അതായത് ബാലചന്ദ്രൻ മേനോനുമായി സഹകരിച്ചിട്ട് കുറച്ച് സിനിമകളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ അവരൊരു സൂപ്പർ സ്റ്റാർ ആയ ശേഷം, അതായത് ഒരു 86 ശേഷം അധികം അവർ അഭിനയിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ബാലേന്ദ്രമേനോന്റെ സിനിമകളിൽ കൂടുതൽ ബാലേന്ദ്രമേനോൻ തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ജയറാം അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ മമ്മൂട്ടിയും മോഹൻലാലും ഒരു 85 ശേഷം അധികം ബാലചന്ദ്രമേനോൻ സിനിമകൾ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു 90കളിൽ, ഏകദേശം ഒരു 90ൽ കുറിപ്പിന്റെ കണക്ക് പുസ്തകം എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ചർച്ചയും അതിൻ്റെ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് മുമ്പുള്ള ഒരു 3-4 സിനിമകൾ ബാലചന്ദ്രൻ മേനോന് കുറച്ച് നഷ്ടം വരുത്തി വെച്ചു. അപ്പൊ ഈ ഒരു സിനിമയുടെ ഒക്കെ ഒരു ബാധ്യത തീരണമെങ്കിൽ ഒരു ഷുവർ ഷോട്ട് സിനിമ ചെയ്യണം. അപ്പൊ അന്ന് ബാലചന്ദ്രൻ മേനോൻ ആലോചിച്ചു, മോഹൻലാലും മമ്മൂട്ടി ഈ 2 സൂപ്പർ സ്റ്റാർസിന്റെ ഒരു ഡേറ്റ് കിട്ടിയത്, അല്ലെങ്കിൽ ഇവരെ വെച്ചൊരു സിനിമ ചെയ്താൽ തൽക്കാലത്തേക്ക് എൻ്റെ കുറെ പ്രശ്നങ്ങളൊക്കെ മാറും, അതായത് ഈ ഒരു ബാധ്യതകളൊക്കെ ഒന്ന് മാറിക്കിട്ടും.